Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ അതായത് കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നോക്കൂ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിൻ്റെ കൺസർവേഷന് വേണ്ടി ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ, അതിൻ്റെ മാനദണ്ഡം എന്താണെന്നുള്ളതാണ്. അതായത് എന്തടിസ്ഥാനത്തിൽ എന്ത് നോക്കിയാണ് ഇത്തരത്തിൽ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിനെ ലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്രൈറ്റീരിയ ഫോർ ലിസ്റ്റിംഗ് ഓഫ് കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്. ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിൻ്റെ കൺസർവേഷന് വേണ്ടി ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം, ക്രൈറ്റീരിയ നോക്കാം. ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ one must comprehend these three essential factors. വളരെ അനിവാര്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള 3 ഘടകങ്ങൾ, അവ 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഹിസ്റ്റോറിക്കൽ സൈറ്റുകളെ എന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു ഡിസൈഡ് ഇഫ് എ പ്രോപ്പർട്ടി ഈസ് വർത്ത് ലിസ്റ്റിംഗ്. അതായത് ഒരു പ്രോപ്പർട്ടി, ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റ്, അതിനെ കൺസർവേഷന് വേണ്ടി ലിസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു ലിസ്റ്റിൽ അതിനെ ഉൾപ്പെടുത്തുന്നതിനുള്ള വർത്ത് അല്ലെങ്കിൽ മൂല്യം, ഉൾപ്പെടുത്താൻ അത് കൊള്ളാമോ എന്ന് തീരുമാനിക്കുന്നത് 3 കാര്യങ്ങളെ നോക്കിയിട്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേത് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ വരുന്നതിൽ 1 ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. എന്താണ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്? എ പ്രോപ്പർട്ടീസ് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ്. ഒരു പ്രോപ്പർട്ടിയുടെ, ഒരു സൈറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ പ്രോപ്പർട്ടി ടു ദ ഹിസ്റ്ററി, ആർക്കിടെക്ചർ, ആർക്കിയോളജി, engineering or culture of a locality, state or country. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ, ഒരു ലൊക്കാലിറ്റിയുടെ, അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ, ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ലൊക്കാലിറ്റിയുടെ കൾച്ചർ, ഇനി അതല്ലെങ്കിൽ എൻജിനീയറിംഗ്, ആർക്കിയോളജി, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഹിസ്റ്ററി, ഇതിൽ ഒരു പ്രോപ്പർട്ടിയുടെ സിഗ്നിഫിക്കൻസ്, ഇതിനാണ് എന്തു പറയുന്നത്, ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ്. അതായത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ലൊക്കാലിറ്റിയുടെ കൾച്ചർ, ആ കൾച്ചറിൽ അല്ലെങ്കിൽ എൻജിനീയറിംഗ്, ആർക്കിയോളജി, ആർക്കിടെക്ചർ, ഹിസ്റ്ററി, ഇവയിലൊക്കെ ഒരു പ്രോപ്പർട്ടിയുടെ സിഗ്നിഫിക്കൻസ്, ഇതാണ് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ്? സിഗ്നിഫിക്കൻസ് ഓഫ് എ പ്രോപ്പർട്ടി ടു ദ ഹിസ്റ്ററി, ആർക്കിടെക്ചർ, ആർക്കിയോളജി, എൻജിനീയറിംഗ്, ഇതിലൊക്കെയുള്ള പ്രാധാന്യം. അതല്ലെങ്കിൽ കൾച്ചർ ഓഫ് എ ലൊക്കാലിറ്റി, സ്റ്റേറ്റ് ഓർ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ലൊക്കാലിറ്റിയുടെ കൾച്ചറിലുള്ള ഒരു പ്രോപ്പർട്ടിയുടെ സിഗ്നിഫിക്കൻസ്, അതാണ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഹിസ്റ്റോറിക്കൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസ്റ്റോറിക്കൽ ഇൻറ്റഗ്രിറ്റി എന്താണത്? റെഫേഴ്സ് ടു ദ ഓതന്റിസിറ്റി ഓഫ് എ പ്രോപ്പർട്ടീസ് ഫീച്ചേഴ്സ്. ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിന് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും, അതിന് സവിശേഷതകൾ, അതിന് ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ആ ഗുണങ്ങളുടെ ആധികാരികത, അതായത് ആ ഗുണങ്ങൾ എന്തുമാത്രം ഒറിജിനലാണ്, അല്ലെ എന്തുമാത്രം അവയ്ക്ക് സത്യസന്ധതയുണ്ട്, അവയുടെ വിശ്വാസ്യത, ഇതൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻറ്റഗ്രിറ്റി. അപ്പം എന്താ പറയുന്നത്? ഓതന്റിസിറ്റി ഓഫ് ഫീച്ചേഴ്സ് ഓഫ് എ പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടിയുടെ സവിശേഷതകളുടെ ഓതന്റിസിറ്റി, ആധികാരികതയാണ് അതിൻ്റെ ഹിസ്റ്റോറിക് ഇൻറ്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ?
ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എ ടൗണ്, റീജിയൻ ഓർ കൺട്രീസ് ഹിസ്റ്റോറിക്കൽ തീംസ് can be used to collect past patterns and properties throughout a specific period. ഒരു നിശ്ചിത കാലഘട്ടത്തിലുടനീളമുള്ള സവിശേഷതകളോ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞുപോയ കാലത്തിൻ്റെ രീതികൾ, പ്രത്യേകതകളെയോ കളക്ട് ചെയ്യുന്നതിനു വേണ്ടി ടൗണ്, റീജിയൻ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ തീംസോ ഉപയോഗിക്കാൻ കഴിയും. ഇതിനെയാണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രാജ്യത്തിൻ്റെ, ആ ഒരു പ്രദേശത്തിൻ്റെ, ആ സ്റ്റേറ്റിൻ്റെ ആ ഒരു നിശ്ചിത കാലഘട്ടവുമായിട്ട് അതിനെന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആ ടൗണിന് അല്ലെങ്കിൽ ആ ഒരു റീജിയണ് അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്റോറിക്കൽ തീമിന് അതുമായിട്ട് ബന്ധമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു വസ്തുതകളെ ക്യാൻ ബി യൂസ്ഡ് ടു കളക്ട് പാസ്റ്റ് പാറ്റേൺസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് എ സ്പെസിഫിക് പീരീഡ്. ഒരു നിശ്ചിതമായ കാലഘട്ടം, ആ കാലഘട്ടത്തിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ പാസ്റ്റ് പീരീഡ്, ആ പീരീഡിൻ്റെ പാറ്റേൺസിനെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ടൗണ്, റീജിയൻ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ തീംസിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിനെയാണ് നമ്മൾ അതിൻ്റെ ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഒരു ബിൽഡിങ്ങിനെ വെൻ ചൂസിങ് എ ബിൽഡിംഗ് ഫോർ കൺസർവേഷൻ, നമ്മളൊരു ആ ബിൽഡിങ്ങിനെ നമ്മൾ സംരക്ഷിക്കുകയാണെന്ന് നോക്കുക. ആ ബിൽഡിങ്ങിന് ചരിത്രപരമായിട്ട് എന്തെങ്കിലും പ്രാധാന്യം, എന്തെങ്കിലും അതിന് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസോ ഹിസ്റ്റോറിക്കൽ ഇൻറ്റഗ്രിറ്റിയോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ നമ്മൾ അത്തരത്തിൽ നമ്മളൊരു ബിൽഡിങ്ങിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം? ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. താഴെ പറയുന്ന കാര്യങ്ങൾ, ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? നോക്കണം. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ബിൽഡിങ്, അതായത് ഒരു കെട്ടിടം അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അത് കുറച്ച് പഴയതാണെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, അങ്ങോട്ട് കൺസർവ് ചെയ്യൂല. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടാണ് അതിനെ നമ്മൾ കൺസർവ് ചെയ്യുന്നത്? ഒന്ന്, കണക്ഷൻ ടു ഇവൻറ്റ്സ്, ആക്ടിവിറ്റീസ് ഓർ ട്രെൻഡ്സ്. എന്തെങ്കിലും കഴിഞ്ഞുപോയ ട്രെൻഡുമായിട്ടോ ആക്ടിവിറ്റീസുമായിട്ടോ ഇവൻസുമായിട്ടോ ഉള്ള അതിൻ്റെ കണക്ഷൻ, എന്തെങ്കിലും ഒരു ഇവൻസുമായിട്ടോ ആക്ടിവിറ്റീസുമായിട്ടോ ട്രെൻഡ്സുമായിട്ടോ വല്ല കണക്ഷനും അതിനുണ്ടോ, അത് നോക്കും. അടുത്തത്, കണക്ഷൻസ് വിത്ത് സിഗ്നിഫിക്കൻ്റ് ഇൻഡിവിജ്വൽസ്. ഏതെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട്, ഇപ്പം ഗാന്ധി താമസിച്ച വീട്, അങ്ങനെ ഏതെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രാധാന്യമുള്ള വ്യക്തികളുമായിട്ട് ആ കെട്ടിടത്തിനുള്ള ബന്ധം. അടുത്തത്, പൊട്ടൻഷ്യൽ ടു ഈൽഡ് ഇമ്പോർട്ടൻ്റ് ഇൻഫോർമേഷൻ. പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ നൽകാനുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ, അതിൻ്റെ കഴിവ്. ഏതുപോലെ? സച്ച് ആസ് ഇലസ്ട്രേറ്റിംഗ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഹിസ്റ്ററി. അതായത് ഒരു പ്രദേശത്തിൻ്റെ സാമ്പത്തികമോ സാമൂഹികവുമായിട്ടുള്ള ചരിത്രം വിശദീകരിക്കാനുള്ള കഴിവ്. ആ ചരിത്രം ഒരു പാഠം അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് ഒരു പാഠപുസ്തകം പോലെ നിലനിൽക്കുമ്പോൾ നമുക്ക് ആ ബിൽഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പ്രദേശത്തിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടും ഇക്കണോമിക്കലായിട്ടുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും പഠിക്കാൻ കഴിയുമ്പോൾ. അടുത്തത്, ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് സച്ച് ആസ് ഡാംസ് ആൻഡ് ബ്രിഡ്ജസ്. അല്ലെങ്കിൽ ആ ഒരു നിർമ്മിതിയുടെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, സാങ്കേതികമായിട്ടുള്ള അതിൻ്റെ വൈവിധ്യങ്ങൾ, അതിലെ നൂതനമായിട്ടുള്ള ആശയങ്ങൾ, അത് നമുക്ക് ആ കാലഘട്ടത്തിൽ എന്തുമാത്രം ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ ടെക്നോളജിയുടെ വളർച്ച നമുക്ക് ആ ഒരു നിർമ്മിതിയിൽ നിന്നും പഠിക്കാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ നിർമ്മിതിയായിട്ടുള്ള ഡാമുകൾ, അതുപോലെ തന്നെ ബ്രിഡ്ജസ്, പാലങ്ങൾ,
അതുപോലെ തന്നെ പിന്നെ നമ്മൾ പരിഗണിക്കുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ടൗൺ പ്ലാനിംഗ് ഫീച്ചേഴ്സ് സച്ച് ആസ് സ്ക്വയേഴ്സ്, സ്ട്രീറ്റ്സ്, അവന്യൂസ്. എക്സാമ്പിൾ രാജ്പഥ് ഇൻ ലുധിയൻസ്, ന്യൂഡൽഹി. അതത് കാലഘട്ടങ്ങളിലെ നിർമ്മാണ രീതികളെ കുറിച്ച്, കാലഘട്ടത്തിലെ കെട്ടിട നിർമ്മാണ മറ്റു മേഖലകളിലെ പ്ലാനിംഗ് വൈദഗ്ധ്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന സ്ക്വയറുകൾ, ചത്തുരങ്ങൾ, സ്ട്രീറ്റുകൾ, അവന്യൂസ്, നമുക്ക് അവയിൽ നിന്നും, അതായത് ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ചില സ്ക്വയറുകൾ നമുക്കിന്ന് ചരിത്രത്തിൽ ഇപ്പൊ ചൈനയിലും അതുപോലെ തന്നെ ഫ്രാൻസിലൊക്കെയുള്ള ചില സ്ക്വയറുകൾ, അവയുടെ നിർമ്മാണ വൈദഗ്ധ്യം നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് ടൗൺ പ്ലാൻ ഫീച്ചേഴ്സ്, ആ ഒരു കാലഘട്ടത്തിൻ്റെ നിർമ്മാണ രീതിയിലെ പ്ലാനിങ്ങിൻ്റെ വൈദഗ്ധ്യങ്ങൾ മനസ്സിലാക്കി തരുന്ന നിർമ്മിതികൾ. ഏതുപോലെ ഡൽഹിയിലെ രാജ്പഥ് പോലെ, അതായത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച നമ്മളുടെ രാജ്പഥ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യുണീക്ക് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡിസൈൻ. അതിൻ്റെ ഡിസൈനിലുള്ള ആ ഒരു യുണീക്ക്നെസ്, മറ്റൊന്നിനുമില്ലാത്ത നിർമ്മാണത്തിലെ ആ ഒരു വൈവിധ്യം. കൺസ്ട്രക്ഷൻ ഓർ ഫോം റെപ്രസെൻറ്റിംഗ് ദ വർക്ക് ഓഫ് എ മാസ്റ്റർ. അഗ്രഗണ്യനായിട്ടുള്ള ഒരു എൻജിനീയറുടെ കരവിരുത് വിളിച്ചോതുന്ന നിർമ്മാണ ശൈലി, അത് എല്ലാ കാലഘട്ടത്തിനും ഒരു മാതൃകയായിരിക്കും. അത്തരത്തിൽ വല്ല വസ്തുതകളും അവശേഷിക്കുന്നുണ്ടോ? അപ്പം ഇത്തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു കെട്ടിടത്തിൻ്റെ കൺസർവേഷനുമായി, ലിസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ടതാണ്. നമ്മൾ അടുത്തതായിട്ട് ഹെറിറ്റേജ് ഗ്രേഡിംഗ് എന്നുള്ളതാണ്. അതായത് ബിൽഡിങ്ങുകളെ പല ഗ്രേഡുകളായിട്ട് തിരിക്കും. അതാണ് ഹെറിറ്റേജ് ഗ്രേഡിംഗ്. There are 3 gradings for listed heritage buildings. ഹെറിറ്റേജ് ബിൽഡിങ്ങുകളെ 3 ഗ്രേഡുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പം 3 ഗ്രേഡുകളാണ് ഹെറിറ്റേജ് ബിൽഡിങ്ങുകൾക്കുള്ളത്. എന്താ ഹെറിറ്റേജ് ബിൽഡിംഗ് പറഞ്ഞാൽ? അതായത് പാരമ്പര്യം വിളിച്ചോതുന്ന കെട്ടിടങ്ങൾ. അവ 3 ഗ്രേഡുകളിലായിട്ടാണ് വരുന്നത്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഇനി എന്താണ് ഗ്രേഡ് 1? ഗ്രേഡ് 1 വരുന്ന ബിൽഡിങ്ങുകൾ എന്താണ്? ബിൽഡിങ്സ് ക്ലാസിഫൈഡ് ആസ് ഹെറിറ്റേജ് ഗ്രേഡ് 1. ഹെറിറ്റേജ് ഗ്രേഡ് 1 എന്ന് തരംതിരിച്ചിരിക്കുന്ന ബിൽഡിങ്ങുകൾ ഏതാണവ? ആർ ദോസ് ദാറ്റ് ആർ ഓഫ് നാഷണൽ ഓർ ഹിസ്റ്റോറിക് സിഗ്നിഫിക്കൻസ്. ദേശീയ തലത്തിലുള്ള ഒരു ചരിത്ര പ്രാധാന്യം. അപ്പം അവയ്ക്ക് നാഷണൽ ലെവലിൽ ഹിസ്റ്റോറിക് സിഗ്നിഫിക്കൻസ് ഉള്ളതാണ്. നാഷണൽ ലെവലിൽ, അതായത് രാജ്യത്തിൻ്റെ തന്നെ ഒരു ബഹുമതിയാണവ. അത്തരത്തിലുള്ളവയാണ് ഗ്രേഡ് 1. മാത്രമല്ല ഷോയിങ് ഡിസ്റ്റിങ്ഷൻ ഇൻ ആർക്കിടെക്ചറൽ സ്റ്റൈല്. അവയ്ക്ക് എന്തുണ്ടായിരിക്കാം? ആർക്കിടെക്ചറൽ സ്റ്റൈല്, അവയുടെ നിർമ്മാണ ശൈലിയിലെ വ്യത്യസ്തത, ഡിസ്റ്റിങ്ഷൻ. അതുപോലെ തന്നെ ഡിസൈനില്, ടെക്നോളജിയില്, മെറ്റീരിയൽസ് യൂട്ടിലൈസേഷൻ, അവയിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയല്, അതുപോലെ തന്നെ എസ്തെറ്റിക്സ്, അവയുടെ ആസ്വാദന ഭംഗിയിൽ അവ മറ്റുള്ളവയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. അവ കാണിക്കുന്ന ഒരു മികവ്, അതുപോലെ തന്നെ അതിലൂടെ അവ ആർജിച്ചെടുക്കുന്ന ആ ഒരു നാഷണൽ ഓർ ഹിസ്റ്റോറിക് സിഗ്നിഫിക്കൻസ്, ദേശീയ തലത്തിലുള്ള ആ ഒരു ചരിത്ര പ്രാധാന്യം. അപ്പോൾ ഈ ഒരു പ്രാധാന്യം, ഒരു നാഷണൽ ഓർ ഹിസ്റ്റോറിക് സിഗ്നിഫിക്കൻസ്, ആ ഒരു തലത്തിലേക്ക് വരുന്ന ബിൽഡിങ്ങുകളാണ് ഗ്രേഡ് 1 വരുന്നത്. ഇനി ഗ്രേഡ് 2. ഗ്രേഡ് 2 is on a smaller scale than heritage grade 1. ഹെറിറ്റേജ് ഗ്രേഡ് 1 പറഞ്ഞ നാഷണൽ ലെവൽ സിഗ്നിഫിക്കൻസ് ഉള്ളതിനേക്കാൾ കുറച്ച് സ്മാളർ സ്കെയിൽ, ഒന്നുകൂടി താഴ്ന്നു നിൽക്കുന്ന, ഒരുപടി താഴെ നിൽക്കുന്നവയാണ് ഏത്? ഗ്രേഡ് 2. ഗ്രേഡ് 2 കൺസിസ്റ്റ് ഓഫ് ബിൽഡിങ്സ്. ഗ്രേഡ് 2 വരുന്നത് ബിൽഡിങ്സ് ആൻഡ്
പ്രീസിങ്സ് ഓഫ് റീജിയണൽ ഓർ ലോക്കൽ സിഗ്നിഫിക്കൻസ്. റീജിയണൽ അല്ലെങ്കിൽ ലോക്കൽ സിഗ്നിഫിക്കൻസ്. നേരത്തെ പറഞ്ഞിടത്തുള്ളത് എത്തരം സിഗ്നിഫിക്കൻസാ? നാഷണൽ സിഗ്നിഫിക്കൻസ് ആണ് ഗ്രേഡ് 1-ല്. പക്ഷെ ഗ്രേഡ് 2-ല് റീജിയണൽ ഓർ ലോക്കൽ സിഗ്നിഫിക്കൻസ്, ഒരു പ്രാദേശികമായിട്ടുള്ള പ്രാധാന്യം, അത്തരത്തിലുള്ള പ്രാധാന്യം അർഹിക്കുന്ന ബിൽഡിങ്സും അതുപോലെ തന്നെ പ്രീസിങ്സ്, അത് പ്രദേശങ്ങൾ, അതായത് ഒരു ലോക്കൽ പ്രാധാന്യം, ലോക്കൽ സിഗ്നിഫിക്കൻസ് അർഹിക്കുന്ന ബിൽഡിങ്സ് ആൻഡ് പ്രീസിങ്സ് ഓഫ് ലോക്കൽ സിഗ്നിഫിക്കൻസ് ഓർ റീജിയണൽ, ആ ഒരു പ്രദേശത്ത് മാത്രം ഫേമസ് ആണ്. ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിൽ രാജ്യത്ത് മൊത്തം ഫേമസ്. ഗ്രേഡ് 2 ആ ഒരു പ്രദേശത്ത് മാത്രം ഫേമസ്. ദീസ് ആർ, ഇവ, ഈ ഗ്രേഡ് 2-ൽ വരുന്നവ റീജിയണൽ ഐക്കൺസ് ദാറ്റ് ഷേപ്പ് ഏരിയാസ് ഐഡന്റിറ്റി. ഇത് ഇത്തരത്തിലുള്ള നിർമ്മിതികളാണ് ആ ഒരു പ്രദേശത്തിന്റെ ഐഡന്റിറ്റി ഷേപ്പ് ചെയ്യുന്നത്. ഇത്തരം നിർമ്മിതികളിലൂടെയാണ് ആ ഒരു പ്രദേശം അറിയപ്പെടുന്നത്. ഇനി ഗ്രേഡ് 3. ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? ഗ്രേഡ് 3-ൽ വരുന്ന ബിൽഡിങ്സ് എന്ത് ചെയ്യുന്നു? ആഡ് ടു ലൊക്കാലിറ്റീസ് ഐഡന്റിറ്റി ആൻഡ് ക്യാൻ റിഫ്ലക്റ്റ് ദ വേ ഓഫ് ലൈഫ് ഇൻ എ സ്പെസിഫിക് ലൊക്കാലിറ്റി. അതായത് ഒരു നിശ്ചിത പ്രദേശം, ഒരു സ്പെസിഫിക് ലൊക്കാലിറ്റിയിലെ ജീവിത രീതിയെ പ്രതിഫലിപ്പിക്കും. ആ നിർമ്മിതികൾ ആ പ്രദേശത്തെ ആളുകളുടെ ജീവിതം എങ്ങനെയാണ് അത് കാണിച്ചു തരും. അതുപോലെ തന്നെ പിന്നെയോ ലൊക്കാലിറ്റീസ് ഐഡന്റിറ്റി, ആ പ്രദേശത്തിനൊരു ഐഡന്റിറ്റിയും, ആ ഒരു നിർമ്മിതി, അതായത് ഗ്രേഡ് 3-ൽ വരുന്ന നിർമ്മിതി ആ പ്രദേശത്തിനൊരു ഐഡന്റിറ്റി, ഒരു പേരുണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ ആ ഒരു ലൊക്കാലിറ്റിയിലെ ആളുകളുടെ ജീവിത രീതിയുടെ ഒരു പ്രതിഫലനമായിരിക്കും, ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും ആ നിർമ്മിതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാ ആളുകളും ക്ലാസ് പൂർണ്ണമായും കണ്ട ശേഷം എന്ത് ചെയ്യുക? നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് അതിന് റിപ്ലൈ നൽകാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.